ഹായ് ഫ്രണ്ട്സ്, മെൻ്റൽ എബിലിറ്റി സെക്ഷനിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ് അഥവാ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, അതിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 9 സ്റ്റാർ 6 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 11 തന്നിരിക്കുന്ന നക്ഷത്ര ചിഹ്നത്തിന് പകരം ഏത് ചിഹ്നം ഉപയോഗിച്ചാൽ അതിനെ ശരിയായി എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഏറ്റവും ലാസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഡിനോട്ട് ചെയ്യുക? ഈക്വൽ ടു സൈൻ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം അല്ലെ. ഇവിടെ കിടക്കുന്ന ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന സ്റ്റാർ എന്താണ്? ഈക്വൽ ടു ആണെന്നും ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 11 ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. ലാസ്റ്റ് ഈക്വൽ ടു ഇല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ബി ആണ് അല്ലെ. അപ്പൊ ബി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇനി ബാക്കി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഈ 3 ഓപ്ഷൻസിലും ചിഹ്നങ്ങൾ, തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ അതേ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്റ്റാറിന് പകരം റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 9 ഫസ്റ്റ് സ്റ്റാറിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക. 6 എഴുതിയിട്ട് സെക്കൻഡ് സ്റ്റാറിന് പകരം ഇൻറ്റു ഇട്ട് കൊടുക്കുക. 3 എഴുതിയതിന് ശേഷം തേർഡ് സ്റ്റാറിന് പകരം ഏതിടുക? ഡിവിഷൻ ഇടുക. 4 ഈക്വൽ ടു എന്ത് കിട്ടണം? 11 കിട്ടണം. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ അല്ലേ? കാരണം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഡി മാസ് അനുസരിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഡിവിഷൻ ആണ് അല്ലെ. ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് വേണം സബ്ട്രാക്ഷൻ. അപ്പൊ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ നമ്പർ അല്ലേ. 3 ഡിവൈഡഡ് ബൈ 4 ആണ്. 3നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെസിമലേ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ നോക്കിക്കാൻ 9 മൈനസ് 6 ഇൻറ്റു അതിന് ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് എഴുതാം 3/4. ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടണം? 11 എന്ന് കിട്ടണം. കിട്ടുമോ നോക്കിക്കേ. ഇത് നിങ്ങൾ 6 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? 18 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 9 മൈനസ് 18 താഴെ ആരുണ്ട്? ബൈ 4 ഉണ്ട്. അപ്പൊ 18/4. 18/4 എന്ന് പറഞ്ഞാൽ 4 പോയിന്റ് സംതിങ് ആണ് അല്ലെ. അപ്പൊ 9 4 പോയിന്റ് സംതിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് 11 കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഓപ്ഷൻ എയും എന്താണ്? റോങ് ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ എടുക്കാം. സി ഓപ്ഷൻ എടുത്ത് നോക്കാം. അതിൽ 11 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ 9 സ്റ്റാർ ഫസ്റ്റ് സ്റ്റാറിന് പകരം എന്ത് കൊടുക്കുക? സബ്ട്രാക്ഷൻ കൊടുത്തു. 6 എഴുതി അടുത്ത സ്റ്റാറിന് പകരം ഡിവിഷൻ കൊടുത്തു. 3 എഴുതി അടുത്ത സ്റ്റാറിന് പകരം പ്ലസ് സൈൻ കൊടുത്തു. 4 എഴുതി അടുത്ത സ്റ്റാറിന് പകരം എന്ത് കൊടുത്തു? ഈക്വൽ ടു കൊടുത്തു. 11 എഴുതി. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 11 ഉത്തരവായിട്ട് കിട്ടണം. കിട്ടുമോ നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. സോ എന്ത് വരും? 9 മൈനസ് 6 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 2 കിട്ടും. പ്ലസ് 4 ഈക്വൽ ടു 11 ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഡിമാസ് റൂൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ആദ്യം അഡീഷൻ ചെയ്തിട്ടേ എന്ത് ചെയ്യാവോ? സബ്ട്രാക്ഷൻ ചെയ്യാവോ? അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ -2 + 4 ആദ്യം ചെയ്യുക. -2 + 4ന്റെ ആൻസർ എന്താ വരിക? -2 + 4. ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ വലിയ നമ്പർ ആരാ? 2 ആണോ 4 ആണോ നോക്കുക. 4 ആണ് അല്ലെ. 4ന്റെ സൈൻ എന്താ? പോസിറ്റീവ് അല്ലേ. സോ പോസിറ്റീവ് 2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. -2 + 4ന്റെ ആൻസർ. അപ്പൊ എന്ത് വരും? ആദ്യത്തെ നമ്പർ 9 ആണ്. ഇതിന് പകരം നമുക്ക് +2 ഇട്ട് കൊടുക്കുക. അത് 11നോട് ഈക്വൽ അല്ലേ. 9 + 2 11 അല്ലേ. സോ ഇത് കറക്റ്റ് ആവുന്നില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോ ഓപ്ഷന് നമ്മൾ ഇട്ടുകൊടുത്ത് സോൾവ് ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ ഏതാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.